എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കി ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കി അതിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കി പിന്നെ അതിൻ്റെ ചെറുതായിട്ടൊരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡെവലപ്പർ കൺസോളിൽ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മുടെ ബ്രൗസറിൽ കിടക്കുന്ന വെബ്സൈറ്റിനെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാമെന്ന് ചെറുതായിട്ടൊന്ന് നോക്കി നമ്മൾ. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ആൻഡ് ഡേറ്റ ടൈപ്സ് ആണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പറഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ വേരിയബിൾസ് എന്താണെന്ന് നോക്കി, എങ്ങനെ വേരിയബിളിന് നെയിം ചെയ്യേണ്ടത്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ നെയിമിങ് കൺവെൻഷനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കമ്പാരിസൺസും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസും കമ്പാരിസൺ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ സ്ട്രിങ്ങിലേക്ക് കടന്നു. സ്ട്രിങ്ങിൽ ഡിഫറെൻറ്റ് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കി. പിന്നെ സ്ട്രിങ്സിൻ്റെ അഡീഷൻ, സ്ട്രിങ്സ് ജാവാസ്ക്രിപ്റ്റിലെ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു അരയ്ക്കകത്ത് പോലെ ഇരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിനെ ഇൻഡിവിജ്വലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കി. പിന്നെ സ്ട്രിങ് കമ്പാരിസൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എങ്ങനെ സ്ട്രിങ്ങിൽ ടൈപ്പ് ചെയ്യും അത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് ബൂലിയൻ എങ്ങനെയാണ് ട്രൂ ഓർ ഫാൾസ് വാല്യൂസ്, അതിൻ്റെ കണ്ടീഷൻ നോക്കുന്നത്. കണ്ടീഷനിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയത് നൾ വാല്യൂസ്, അൺഡിഫൈൻഡ് വാല്യൂസ്, നോട്ട് എ നമ്പർ. ഈ വാല്യൂസിനെ ഈ ടൈപ്പ് ഡേറ്റ നമ്മൾ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിന് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ മാത്രം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഇക്വാലിറ്റിയെ പറ്റി നോക്കി. സ്ട്രിങ്ങിനെ നമ്പർ വെച്ച് കമ്പയർ ചെയ്യുന്നത്, ഒരു സ്ട്രിങ്ങും ഒരു നമ്പറും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എറർ വരാനുള്ള ചാൻസ് ഉള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, സ്ട്രിക്റ്റ് ഈക്വാലിറ്റി വെച്ച് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് എങ്ങനെ കമന്റ് എഴുതാം, ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ എങ്ങനെ കമന്റ് എഴുതാം എന്നും നമ്മൾ കണ്ടു. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരു ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡെവലപ്പർ കൺസോൾ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ക്രോമിന് അതിനകത്ത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, അതോ നമുക്കൊരു സ്പെഷ്യൽ IDE വേണോ, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും, ഒരു ഫയലിൽ നിന്ന് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതും പിന്നെ ആ ഒരു റണ്ണിങ് ജാവാസ്ക്രിപ്റ്റിനെ റൺ ചെയ്യുന്നതും ഫയലിൽ നിന്ന് റൺ ചെയ്യുന്നതും നമ്മൾ ഒരു കണ്ടീഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ ഒരു സ്വിച്ച് കേസ് എന്ന് പറഞ്ഞ് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ ചെയ്യുന്നത്, അത്രയും മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മളൊരു HTML പേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇപ്പം ഇല്ലെങ്കിൽ ഡയറക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഡൗൺലോഡ് ചെയ്താൽ മതി. ഇവിടുന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന ID നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒരെണ്ണം മാത്രമാണ്, ഇതേപോലത്തെ വേറെയും IDEs ഉണ്ട്, ആറ്റം, സബ്ലൈം, ഏതായാലും മതി. ബട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു HTML ഫയല്
ഞാനിപ്പം ക്രിയേറ്റ് ചെയ്യാം. സൈസ് കൂട്ടുവാണ്. വിസിബിൾ വായിക്കാൻ പറ്റുന്ന ആകുമ്പോൾ പറയണേ. സോ നമുക്കൊരു index.html എന്നൊരു ഫയല്. അപ്പം HTML നമ്മളിപ്പം HTML എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം ഏതൊരു വെബ്സൈറ്റ് ആയാലും ആ ഒരു വെബ്സൈറ്റ് ബേസിക്കലി അതിന്റെ വ്യൂ, അതിന്റെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്തേക്കുന്നത് ഒരു HTML ഫയലിനകത്തായിരിക്കും. അപ്പൊ അത് മോഡേൺ ലാംഗ്വേജസ് വരുമ്പം അതിന്റെ രൂപമൊക്കെ വേറെ വേറെ ആയിരിക്കും. പക്ഷെ ബേസിക്കലി ഏതൊരു വെബ്സൈറ്റ് ആയാലും അതിന്റെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്തേക്കുന്നത് ഒരു HTML ഫയലായിരിക്കും. സോ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു HTML ഫയൽ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു വെബ്സൈറ്റിന്റെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ഒരു ഫയൽ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ബേസിക് ഒരു index.html എന്നൊരു ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഓട്ടോ കോഡ് കംപ്ലീഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. HTML നമ്മളൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്താൽ തന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ നമുക്ക് വേണ്ടുന്ന ബേസിക് കോഡ് ഒരു HTML സൈറ്റിന്റെ ബേസിക് ആയിട്ടൊരു ഔട്ട്ലൈൻ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇതിന്റെ ഈ പേജിന്റെ ടൈറ്റിൽ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഇതിപ്പം ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നു, ഈ ബോഡിക്കകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മളിപ്പം ഒരു വെബ് പേജ് എടുക്കുമ്പോൾ സമയത്ത് അവിടെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഹലോ വേൾഡ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു HTML ഫയലിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് ടെക്സ്റ്റ് സൈസ് കൂട്ടണോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ഈ ഒരു HTML ഫയലിനെ ഇപ്പൊ ഞാൻ ഇനി ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഹലോ വേൾഡ് എന്ന് പറഞ്ഞത് ടെക്സ്റ്റ് വന്നു. എന്നിട്ട് നമ്മൾ ടൈറ്റിൽ നോക്കുവാണെങ്കിൽ ഓപ്പൺ സ്കൂളിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് എന്നൊരു ടൈറ്റിലും വന്നു. സോ ബേസിക്കലി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു HTML ഫയലിന്റെ ഈ ടൈറ്റിൽ എടുത്തിട്ട് ആ ഫയലിന്റെ ടൈറ്റിൽ ഇട്ടു. ഈ ഒരു ബോഡിക്കകത്ത് കിടക്കുന്ന വാല്യൂ ഇവിടെ നമ്മുടെ പേജിൽ ലോഡ് ചെയ്തു. അതാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല. അത് CSS-ലാണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഒരു വെബ് പേജിനകത്ത് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും, അതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പം നോക്കുന്നുള്ളൂ. സോ നമുക്ക് ഇതിനകത്ത് ഒരു വെബ് പേജിൽ രണ്ട് രീതിക്ക് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ടാഗ്. ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ ഇടയ്ക്ക് എഴുതുന്ന എന്ത് വാല്യൂവും ആ വെബ് പേജിൽ റൺ ആകും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ ഡെവലപ്പർ കൺസോൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും റൺ ചെയ്യുമ്പം നമുക്ക് ആ ഡെവലപ്പർ കൺസോളിൽ എടുത്ത് നോക്കാം. ഓക്കെ, കൺസോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ പറയാണ് console.log സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ പേജ് വീണ്ടും ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൺസോളിൽ കാണാൻ പറ്റും ഹായ്. ഈ ഹായ് എവിടുന്ന് വന്നതാണെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. index.html 12ാമത്തെ ലൈനിൽ നിന്നാണ് ഈ ഹായ് വന്നേക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഒരു ഫയലിൽ നിന്ന്, ഇപ്പൊ ഒരു HTML ഫയലിൽ നിന്ന്
നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഓക്കെ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഒരു പ്ലെയിൻ HTML പേജ്, അതിനകത്ത് ഒരു സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയ്ക്ക് ഒരു കൺസോൾ, ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈൻ എഴുതിയേക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ എനി ക്വസ്റ്റ്യൻസ്? ഹലോ ചേട്ടാ. ചോദിച്ചു ചേട്ടാ, ചേട്ടാ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരും, ഇടയ്ക്ക് ഒന്ന് കട്ടായി പോകണുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം HTML പേജ് എന്ന് പറയുമ്പം HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം ഇത് HTML എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതൊരു വെബ്സൈറ്റിന്റെയും ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ്. ഇപ്പം നമ്മൾ ഈ ഒരു പേജ് എടുത്ത് ഈ ഒരു പേജ് ഇപ്പം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു പേജിന്റെ സോഴ്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു പേജിന്റെ സോഴ്സ് ആണ് ഈ പറയുന്ന ലൈൻ ഓഫ് കോഡ്. അപ്പം ഈ ഒരു പേജിന് സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ കോഡാണ്. ഇപ്പം കുറച്ചുകൂടെ ഇപ്പം ഫുള്ളി ബിൽഡ് ആയിട്ടൊരു സൈറ്റ്, ഇപ്പൊ ഈ ഒരു സൈറ്റ് ആണെന്ന് വെച്ചോ. അപ്പം ഈ ഒരു സൈറ്റിന്റെ സ്ട്രക്ചർ കൊടുക്കുന്നതാണ്, അതിന്റെ HTML ആണ് ഈ പേജ്. ഓക്കെ, അപ്പം ഈ ഒരു പേജിനെ, ഈ ഒരു കോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പേജ് ഫുള്ള് ലോഡ് അയക്കുന്നത്. പിന്നെ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നുണ്ട്, ഈ സ്റ്റൈലിൻ കാര്യങ്ങൾ അതൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പം ഈ ഒരു സിമ്പിൾ HTML പേജ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിപ്പം നോക്കിയത്. അപ്പം സിമ്പിൾ HTML പേജിന് നമ്മൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു, .html എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് കോഡ് കംപ്ലീഷൻ ഉണ്ട്. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ഒരു എൻട്രി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു പേജ്, ആ ഒരു ജസ്റ്റ് ഒരു ബെയർ ബോൺ സ്ട്രക്ചർ, ഒരു HTML-ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇതിന്റെ പുറത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു രണ്ട് രീതിക്കാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒരു HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ടാഗ് ആണ്. അപ്പം സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയ്ക്ക് എഴുതുന്ന ഏതൊരു ജാവാസ്ക്രിപ്റ്റും നമ്മുടെ ബ്രൗസറിൽ റൺ ആവും. അത് എക്സിക്യൂഷൻ പേജ് ലോഡ് ആവുന്ന സമയത്ത് റൺ ആവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് എഴുതി, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു കൺസോൾ ലോഗ് എഴുതി. നമ്മൾ ഇത് സേവ് ചെയ്തിട്ട് ആ ഒരു പേജ് ഇവിടെ ലോഡ് ചെയ്യുമ്പം, പേജ് റൺ ചെയ്യുമ്പം ഇവിടെ നമ്മുടെ കൺസോൾ, നമ്മുടെ ഡെവലപ്പർ കൺസോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുക്കുമ്പോൾ നമുക്ക് ഡെവലപ്പർ കൺസോൾ കിട്ടും. നമുക്ക് അതിനകത്ത് ആ കോഡ് റൺ ചെയ്തത് കാണാൻ പറ്റും. സോ അതിന്റെ എവിടെ നിന്നാണ് റൺ ചെയ്തതും നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു HTML പേജിൽ നിന്ന് സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ട് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായിട്ടാ. ഓക്കെ, വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഡൗട്ട് ഇതില് നമ്മൾ ഈ console.log ഇല്ലേ, ഇതെന്ന് പറയുന്നത് നമ്മള് പ്രോഗ്രാം ലാംഗ്വേജ് നമ്മൾ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വേറെ സാധനമാണ്. ഓക്കെ, ഈ console.log എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസറിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം ഏതൊരു ബ്രൗസർ ആയാലും ആ ബ്രൗസർ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പൊ അതിന് ഭാഗമായിട്ട് ആ ബിൽഡ് ബ്രൗസർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ ലോഗ്. ഇപ്പം എന്തെങ്കിലും ഒരു എറർ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് console.log.
അപ്പം ഈ ലോഗ് മാത്രമല്ല വേറെയും ഉണ്ട് കൺസോളിന് ഫങ്ഷൻസ്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോഗ് യൂസ് ചെയ്യുന്നു. അത് ബ്രൗസറിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതിയാലും നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ആ പേജ് ലോഡ് ചെയ്യുമ്പം അത് റൺ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇപ്പം ഒത്തിരിയും ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഈ HTML ഫയലിൽ എഴുതാൻ പറ്റത്തില്ല. കാരണം അത് നമുക്ക് റീഡബിൾ ആവത്തില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ചില സമയത്ത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറൊരു സെപ്പറേറ്റ് ഫയലിൽ എഴുതിയിട്ട് ആ ഫയലിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അങ്ങനെ അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ അതെന്ന് പറയുന്നത് ഇപ്പം സ്ക്രിപ്റ്റിനകത്ത് SRC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏത് ഫയലാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് റൺ ചെയ്യുമ്പം സ്ക്രിപ്റ്റ് JS പോയി ഈ JS ഫയൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എടുത്തുകൊണ്ട് വന്നിട്ട് അത് റൺ ചെയ്യും. സോ ഇപ്പം നമ്മൾ ഈ സെയിം ഫയലിൽ നമ്മൾ ഇവിടെ എഴുതി. അപ്പം നമ്മൾ പറഞ്ഞു main.jsലാണ് ഈ ഈ HTML പേജിന്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഈ ഫയലിനകത്ത് എഴുതിയാൽ അത് ഈ HTML പേജ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് റൺ ചെയ്യും. സോ നമ്മൾ നേരത്തെ എഴുതിയ സെയിം കോഡ് നമുക്ക് ഇവിടെ എഴുതാം. നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് നമ്മൾ നേരത്തെ എഴുതി അതേ console.log ഇവിടെ എഴുതി. ഇനി നമ്മൾ ഈ പേജ് ഒന്നുകൂടെ റൺ ചെയ്യുമ്പം നമ്മുടെ കൺസോളിൽ ഹലോ ഓപ്പൺ സ്കൂളിൽ അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും എവിടെ നിന്നാണ് റൺ ചെയ്തത്. main.js ഫയലിനകത്ത് ഒന്നാമത്തെ ലൈനിൽ നിന്നാണ് ഇത് റൺ ചെയ്തത്. സോ നമ്മളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ HTML കോഡിനെയും ജാവാസ്ക്രിപ്റ്റ് കോഡിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അപ്പം ഇങ്ങനെ എഴുതുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം ഇവിടെ എഴുതാം. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പം എറർ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഇത് ഒത്തിരി ബെനിഫിറ്റ് ആവും. എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റും സെപ്പറേറ്റ് ആയിട്ട് HTML എഴുതുമ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് വരും. അപ്പം നമ്മൾ ഇത് കണ്ടു. ഈ ഒരു ഇങ്ങനെ HTML main.jsൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫുള്ള് എഴുതുന്നു. ഈ ഒരു മെത്തേഡിൽ ഇത്തരം മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈക്ക് എങ്ങനെ ലിങ്ക് ആയി അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റിനെ നമ്മൾ HTML പേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമായിട്ട് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കോഡ് ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇതുവഴി റൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ടീഷണൽ. ഒരു ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും നമ്മൾ കുറെ കണ്ടീഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പം അതിനുവേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഒരു സ്ട്രക്ചറാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ കണ്ടീഷൻ, ഏത് കണ്ടീഷൻ ആണോ ആ കണ്ടീഷൻ ഇവിടെ എഴുതിയാൽ അത് ട്രൂ ആയാൽ അത് ട്രൂ ആയാൽ ഇങ്ങോട്ട് കയറും. അല്ല, ഫോൾസ് ആവുകയാണെങ്കിൽ ഇവിടെ പോകും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ
ആ കണ്ടീഷൻ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ആ ഇഫ് ബ്ലോക്കിനകത്ത് പോകും, അല്ല അത് ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിനകത്ത് പോകും. സോ ഇപ്പൊ ഒരു സപ്പോസ് ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ ഒരു ട്രൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് ട്രൂ എന്ന് പറഞ്ഞ ഒരു ബൂലിയൻ വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ ഇഫ് കണ്ടീഷൻ കയറിയിട്ട് ഞാൻ പറയാണ് ഇഫ് കണ്ടീഷൻ ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ ലോഗ് ചെയ്യാൻ പറഞ്ഞു. അല്ല ഫോൾസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലോഗ് ചെയ്യാൻ പറഞ്ഞു. സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ കണ്ടീഷൻ ഇസ് ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. സോ അതിന്റെ കാരണം ഇവിടെ ബേസിക്കലി നമ്മൾ ട്രൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ട്രൂ ആണോ എന്ന് നോക്കിയിട്ട് അല്ല ട്രൂ ആണ്, സോ അത് ഈ ഒരു ബ്ലോക്കിൽ കയറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാനിത് ഇവിടെ ഫോൾസ് എന്ന് കൊടുത്തിട്ട് ഈ പേജ് ഒന്നുകൂടെ റീലോഡ് ചെയ്താൽ കണ്ടീഷൻ ഇസ് ഫോൾസ്, കാരണം ഇത് ഫോൾട്ട് ആണ്. അപ്പം ഇവിടെ നോക്കുമ്പം ഏത് ലൈനിൽ നിന്നാണ് വരുന്നത് നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇനി ജാവാസ്ക്രിപ്റ്റില് ഓക്കെ, അതിനു മുമ്പ് അത് പറയാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റില് നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്രൂവും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഫോൾസും വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇത് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇഫ് കണ്ടീഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ വരുമ്പം പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫോൾസ് എന്നൊരു ഈ വാല്യൂ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഫോൾസ് എന്ന് പറഞ്ഞ് വരും. അപ്പം ഇത് നേരെ ഈ ഫോൾസിനകത്തോട്ടും കയറും. അപ്പം ഇങ്ങനെ റൺ ചെയ്യുവാണെങ്കിൽ എന്നാലും സെയിം റിസൾട്ട് ആണ് വരുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിൽ ചില കണ്ടീഷൻസ്, ഇപ്പം അത് ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് ചോദിച്ചാൽ അതെ, ഇപ്പം ഒരു ഫോൾസ് എന്ന് പറഞ്ഞൊരു വാല്യൂ, ഇപ്പൊ ഒരു വേരിയബിളിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടു, ഒരു വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് എൽസ് കണ്ടീഷനിലോട്ട് അങ്ങ് കയറും. അതേപോലെ തന്നെ നൾ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന്റെ വാല്യൂ അൺഡിഫൈൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്പർ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ എം ടി സ്ട്രിങ് ആണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻസിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇപ്പം നമ്മൾ ഈക്വൽ ടു ഒന്നും കൊടുക്കണ്ട. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അല്ലാതെ തന്നെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നേരെ അത് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് എടുത്തിട്ട് അത് എൽ സ്റ്റേറ്റ്മെന്റിലോട്ട് അങ്ങ് കയറിപ്പോകും. അപ്പം ഇതാണ് ചില ഫോൾസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ വാല്യൂ ഇപ്പം ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എം ടി സ്ട്രിങ് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഒരു എം ടി സ്ട്രിങ് വാല്യൂ കൊടുക്കുന്നത്, നമ്മൾ ആ പേജ് വീണ്ടും ലോഡ് ചെയ്താൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വീണ്ടും വരുന്നത് എന്താ ഫോൾസ് ആണ്. കാരണം ഈ ഒരു സ്ട്രിങ്ങിനകത്ത് വാല്യൂ ഒന്നുമില്ല, അതുകൊണ്ട് അത് ഫോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പം ഇതേപോലാണ് നള്ള് അല്ലെങ്കിൽ അൺഡിഫൈൻഡ് അല്ലെങ്കിൽ നോട്ട് എ നമ്പർ. ഈ വാല്യൂസ് വന്നാൽ കണ്ടീഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഫോൾസ് ആയിട്ടായിരിക്കും ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എന്ത് വന്നാലും ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്രൂ എന്ന് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു
എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ടാൽ, കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ടു സ്ട്രിങ്ങിനകത്ത്, അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അത് ട്രൂ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും, കാരണം അതിനകത്ത് വാല്യൂ ഉണ്ട്. ഇപ്പം അതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ കണ്ടീഷൻസിനകത്ത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്ന് നമ്മൾ കണ്ടീഷൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഫോൾസി വാല്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്, എനിത്തിങ്? ഇത്രയും പറഞ്ഞത് ഒരു ഇഫ് കണ്ടീഷൻ, എൽസ് കണ്ടീഷൻ, ട്രൂ വാല്യൂസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്, ഫോൾസ് വാല്യൂ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. Questions? ഓക്കെ, ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു ബൂലിയൻ ട്രൂ വരിക, അല്ലെങ്കിൽ 1 വരിക, അല്ലെങ്കിൽ എന്ത് സ്ട്രിങ് വന്നാലും അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്രൂ ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങ് കയറിപ്പോ. അപ്പം ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടീഷൻ കൊടുത്തില്ലെങ്കിലാണ്. ഇപ്പം കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ അല്ലോ തന്നെ വേണമെന്ന് പറയുവാണെങ്കിൽ അത് കയറത്തില്ല. പക്ഷെ കണ്ടീഷൻ പറഞ്ഞില്ലെങ്കിലുള്ള കേസാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഈ ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂ. ക്ലിയർ ആണോ? ലൈക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ്? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി പറയാനുള്ളത്, ഇപ്പം ഇതിപ്പോ ഒരു കണ്ടീഷൻ വരുന്നെങ്കിലുള്ള കേസാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനിയിപ്പോ മൾട്ടിപ്പിൾ കേസസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ എൽസിഫ് യൂസ് ചെയ്യുന്നത്. എൽസിഫ് എന്ന് പറഞ്ഞാൽ എൽസിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു കണ്ടീഷൻ നോക്കി, അത് സാറ്റിസ്ഫൈ ചെയ്തില്ല, അപ്പം നമുക്ക് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടീഷൻ ഈക്വൽ ടു ഐ. നമുക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഡിഫറെന്റ് കണ്ടീഷൻസ് ഒറ്റ ഇതിൽ ചെക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എൽസിഫ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം ഇത് റൺ ചെയ്യുകയാണെങ്കിൽ വെരി ട്രൂ, ഈ എൽസിഫിന്റെ ഈ ഒരു ബ്ലോക്കിൽ റണ്ണായി. സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ്, എനിക്കറിയാം, ലൈക്ക് വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നുള്ളത് ഇപ്പം ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പം നമുക്ക് അല്ല, ആദ്യം ലോജിക്കൽ ഓപ്പറേറ്റർ പറയാം. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒരുമിച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഫോർ എക്സാമ്പിൾ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്. അപ്പം ഈ ഒരു വാല്യൂസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഈ കണ്ടീഷൻ ഈക്വൽ ടു ഹലോയുടെ കൂടെ തന്നെ വേറൊരു കണ്ടീഷനും കൂടെ ട്രൂ ആവണമെങ്കിൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതേ സമയത്ത് ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ
നമുക്ക് ഈ ഒരു ബ്ലോക്കിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ഓർ യൂസ് ചെയ്യാം. ഇപ്പം ഒന്നുകിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഈ ബ്ലോക്കിനകത്ത് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പം കുറെ കണ്ടീഷൻസ് ഒരുമിച്ച് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് അത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം ആൻഡ് ഓപ്പറേറ്റർ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വേറൊരു ഇഫ് കണ്ടീഷൻ എഴുതേണ്ടി വന്നത്. അപ്പം അതിന് പകരം നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് നോക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ. ഇപ്പം നോട്ട് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചില വാല്യൂ നമുക്ക് ബൈ ഡിഫോൾട്ട് ഫോൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് നോട്ട് ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ കൊടുക്കാം, അല്ല ഇതാണെങ്കിൽ ട്രൂ അല്ലാത്ത എല്ലാ വാല്യൂസ് ആണെങ്കിലും കയറിപ്പോവും. അല്ല നമ്മൾ പറഞ്ഞു ഈ ഒരു വാല്യൂസ് എവിടെ വന്നാലും ബൈ ഡിഫോൾട്ട് അതിന് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഓക്കെ ഷോർട്ട് ഹാൻഡ് പറയുവാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഈക്വൽ ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ല, ഈ ഒരു വേരിയബിൾ ഇടുമ്പോൾ തന്നെ നമുക്ക് ബൈ ഡിഫോൾട്ട് അറിയാം ഇവിടെ ഹൈ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ഈ ടെക്സ്റ്റ് ഉണ്ടായത് കൊണ്ട് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകും ബൈ ഡിഫോൾട്ട്. അപ്പം നമുക്ക് പക്ഷെ ട്രൂ ഇതിന്റെ ഓപ്പോസിറ്റാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വേരിയബിളിന്റെ ഫ്രണ്ടിൽ നോട്ട് ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ഇപ്പം ഇത് ഹൈ എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ വരും. അപ്പൊ ഇത് ബൈ ഡിഫോൾട്ട് ഫോൾസ് ആകും, ഫോൾസ് ആയിട്ട് നേരെ വിളിച്ച് കയറും. അപ്പം അങ്ങനെ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അതിന്റെ ക്വസ്റ്റ്യൻസോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കി. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പം സാധാ ഒരു ഇഫ് എൽസ് കണ്ടീഷൻ. ഓക്കെ, ആദ്യം കണ്ടത് സാധാ ഒരു ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കി. അതിന് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരും. അല്ല ഫോൾസ് ആണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സിംഗിൾ ലൈനായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇഫ് എൽസിനകത്ത് വരുന്ന സെയിം കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് റൺ ചെയ്താൽ തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ ഇഫ് എൽസ് കണ്ടീഷനിൽ കിട്ടിയതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഒറ്റ ലൈനിൽ തന്നെ ഇത്രയും കോഡ് ചെയ്താൽ തന്നെ നമുക്ക് സെയിം ഇഫ് എൽസ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ പേരാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളൻ ഇട്ടിട്ട് ഇഫ് എൽസ് കണ്ടീഷന് അതിന് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
conditions, if else, else if, logical operators, പിന്നെ ternary operator, പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ട്രൂ ഫോൾസ് വാല്യൂസ്. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ? ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ഇന്നത്തെ ലാസ്റ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഇവിടെ കണ്ടു ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ നോക്കി അത് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ അടുത്ത കണ്ടീഷൻ. അപ്പൊ ഇതേപോലെ കുറെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇവിടെ നമ്മുടെ ഇഫൽസിന്റെ സെയിം കഥയാണ്. പക്ഷെ കഥ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കീ എന്ന് പറഞ്ഞ സാധനത്ത് ഒരു കണ്ടീഷൻ ആയിരിക്കും. ആ കീനകത്ത് എന്ത് വാല്യൂ വരുന്നോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ കീ ഹായ്, ഓക്കെ, ഹായ് വന്ന ഓക്കെ. ഇപ്പം ഓക്കെ, ഇവിടെ ഇപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കീ എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു വാല്യൂ. അപ്പം ഇവിടെ കൊടുക്കുന്ന വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഓഫ് കോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ കയറി അങ്ങ് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ കേസിനും നമ്മൾ ഇവിടെ വെച്ച് ഇപ്പം എക്സിക്യൂഷൻ നിർത്തിയില്ലെങ്കിൽ നമ്മൾ നിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കേസ് കയറി ഇങ്ങനെ കേസ് കയറി പോകും. അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് റൺ ചെയ്താൽ നമുക്കറിയാം ഹായ് വരുമ്പം ഇവിടെ ഒരു കേസ് ഹായ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരും. അപ്പം ഈ കൺസോൾ ഡോട്ട് ലോഗിൽ ഹായ് കാണും. ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. ലോഡ് ചെയ്തപ്പം ഹായ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നു. സോ അതാണ് ബേസിക് ആയിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ പറയാണ് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇടാൻ വിട്ടുപോയി, എന്ത് പറ്റും? ഹായും വന്നു ഹലോയും വന്നു. സോ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കയറി ഈ ബ്ലോക്ക് റൺ ചെയ്തു. ഇവിടെ ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ താഴെ കിടക്കുന്ന കോഡും കൂടെ റൺ ചെയ്തു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഈ ബ്രേക്ക് വന്നത്, എക്സിക്യൂഷൻ നിന്നത്. അപ്പം ഈ ഒരു ബ്രേക്ക് ഇട്ടാതെ നമ്മൾ പോകുന്നതിനെയാണ് ഫോളിങ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഒന്നുകിൽ ഇത് മനഃപൂർവ്വം ചെയ്യാം, എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ റിസൾട്ട് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോൾ ഓഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് കയറി അടുത്ത കേസും കൂടെ കയറിയിട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ ചില കേസസ് ഉണ്ട്. അന്നേരം നമ്മൾ മനഃപൂർവ്വമായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അവിടെ ഇടത്തില്ല. പക്ഷെ ഒരു നോർമൽ കേസിൽ എല്ലാ കേസിനും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇട്ട് അതിന്റെ എക്സിക്യൂഷൻ അവിടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യും. ഇപ്പം ഇത് ഒന്നിനകത്തും ഇത് റൺ ആയില്ലെങ്കിൽ നേരെ ബൈ ഡിഫോൾട്ട് ഈ ഡിഫോൾട്ട് ബ്ലോക്കിൽ ഉള്ള കോഡിനെ റൺ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് സ്വിച്ച് കേസ് ജാവാസ്ക്രിപ്റ്റില് ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ റൺ ചെയ്യുന്നത്. സോ സ്വിച്ച് കേസിൽ എന്തെങ്കിലും
ഡൗട്ട്, സ്വിച്ച് കേസ് ഫോളിങ് ത്രൂ, ബ്രേക്ക് ഡെലിബറേറ്റ് ആയിട്ട് ഫോളിങ് ചെയ്യുന്നത്, ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ എനിത്തിങ്? മനസ്സിലായി. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ലൂപ്സ്, ജാവാസ്ക്രിപ്റ്റിലെ ലൂപ്പ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ? ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓപ്പൺ സ്കൂളിംഗ് അത് പുതിയ കുറേ കോഴ്സസും പുതിയ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡു റെക്കമെൻഡ്. And that's it for this session, and thank you all for joining.